വയലൻസ് മൂവീസ് കാണുന്നതുകൊണ്ടാണ് കുട്ടികൾ അങ്ങനെ ആവുന്നത്. അതൊരു ഫാക്ടർ മാത്രമാണ്. രംഗണ്ണൻ ആയിക്കോട്ടെ, മാർക്കോ ആയിക്കോട്ടെ, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കുക എന്നുള്ള അപ്പുറത്തേക്ക് അവരെ കാണിക്കാതിരിക്കുക എന്നുള്ള ബേസിക്കലി പറയാം. പേടിക്കണം എന്ന് പറയുമ്പോഴും അവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അവരെ വളർത്തിയത് നമ്മളാണ്. കുട്ടിയുടെ അടുത്ത് ചോദിച്ചു, വെൻ വാസ് ദ ലാസ്റ്റ് ടൈം ഡു യു ക്രൈ എന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞെന്താന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന സമയമായിരുന്നു എന്നായിരുന്നു. കരയാതിരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. പാരൻറ്റിങ് എന്ന് പറയുന്നത് വാം പ്ലസ് കൺട്രോൾ എന്നുള്ള ഒരു ഫാക്ടറിലാണ് വരിക. അതിൽ വാംത്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ, സ്നേഹം, അണ്ടർസ്റ്റാൻഡിങ് ഇത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കൺട്രോളിംഗ് എന്ന് പറയുന്ന ഫാക്ടർ അവിടെ വരുന്നില്ല. ഗൂഗിൾ ആയിക്കോട്ടെ, ChatGPT ആയിക്കോട്ടെ, അതൊക്കെ ഒരു ടൈലേർഡ് സാധനമാണ്, ഇൻഡിവിജ്വലി ടൈലേർഡ് അല്ല. ഇപ്പം എൻ്റെ കുട്ടിക്ക് എന്താ പ്രശ്നം എന്നുള്ളത് എൻ്റെ കുട്ടീനോട് സംസാരിച്ചാലേ കിട്ടുള്ളൂ. അത് സോഷ്യൽ മീഡിയ എന്നൊന്നും കിട്ടില്ല. ക്വാണ്ടിറ്റി ഓഫ് ദ ടൈം അല്ല, ഇറ്റ്സ് അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ടൈം. ഇപ്പോൾ ജോലി ചെയ്യാതെ കുട്ടിയുടെ ഒപ്പം 24 മണിക്കൂർ നിന്നിട്ടും കാര്യമില്ല. പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഷോർട്സ് കൂടുതൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവരുടെ അറ്റൻഷൻ സ്പാനിനെ അത് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി കേട്ടുവരുന്നത് കുട്ടികൾ കൂടുതലായിട്ടും ക്രൈമിൽ ഇൻവോൾവ് ആവുന്ന വാർത്തകളാണ്. ഇപ്പം ലാസ്റ്റ് നമ്മൾ പാപ്പനശ്ശേരിയിലൊരു വാർത്ത കണ്ടു. 12 വയസ്സുകാരായ ഒരു കുട്ടി പിഞ്ചു കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞ് കൊലപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പണ്ട് സിനിമകളിൽ മാത്രം കണ്ടുവന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ഈ സ്നേഹം കിട്ടാതാവുമ്പോൾ ഒരു ക്രുവാലിറ്റിയിലേക്ക് മാറുന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവുന്നത്? അതിലിപ്പം സ്നേഹം കിട്ടാതെ ആകുമ്പോൾ ക്രുവാലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് പല കാര്യങ്ങളിൽ കൊണ്ട് വരാം. ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ വരുന്നതിന് ഒരു ഇന്ന കാരണം എന്ന് പറഞ്ഞ് സ്പെസിഫിക് ആയിട്ട് പറയുന്നതിന് പകരം, ഇപ്പോൾ തിയറിയുടെ ബേസിസിൽ പറയുകയാണെങ്കിൽ ബയോ സൈക്കോ സോഷ്യൽ മോഡൽ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇപ്പോൾ കൂടുതൽ ചർച്ചയാവുന്നുണ്ട്, അതായത് വയലൻസ് മൂവീസ് കാണുന്നതുകൊണ്ടാണ് കുട്ടികൾ അങ്ങനെ ആവുന്നത്. അതൊരു ഫാക്ടർ മാത്രമാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ അവരുടെ ബയോളജിക്കൽ ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ അവരുടെ പാരൻറ്റിങ് എങ്ങനെയാണ്, അവർ വളർന്നു വരുന്ന സാഹചര്യം, അവരുടെ എൻവയോൺമെൻറ്റ് എങ്ങനെയാണ്, ഇങ്ങനെ എല്ലാ ഫാക്ടേഴ്സും കൂടി വരുമ്പോഴാണ് അതൊരു പ്രശ്നമായിട്ട് മാറുന്നത്. ഇപ്പം റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ള വയലൻസ് മൂവീസ് കൊണ്ട് മാത്രം ഒരു വയലൻസിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഇപ്പം നമ്മുടെ ഒരു കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ ക്ലിനിക്കിലൊക്കെ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ കുട്ടികളിൽ കുറച്ചും കൂടെ ഇമോഷണൽ കോഷ്യൻ്റ് ഭയങ്കര കുറവാണ്. അതായത് എമ്പതി, സ്നേഹം. റീസെൻ്റ്ലി ഞാനൊരു കുട്ടിയുടെ അടുത്ത് ചോദിച്ചു, വെൻ വാസ് ദ ലാസ്റ്റ് ടൈം ഡു യു ക്രൈ എന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞെന്താന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന സമയമായിരുന്നു എന്നായിരുന്നു. സോ ഇറ്റ് വാസ് സംതിങ്, എന്നെ സംബന്ധിച്ച് ഈ ഒരു എൻ്റെ ജേർണിയിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ അത് ഭയങ്കര എന്നെ ഒരു അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. പൊതുവെ കുട്ടികൾ വാശി പിടിച്ച് കരയുന്നവരെ നമ്മൾ അത് ഇപ്പൊ ചില ആളുകൾ ഭയങ്കര ഇമോഷണൽ ആയിട്ട് മാറുന്നു, ചില ആളുകൾ ഒട്ടും ഇമോഷണൽ, അതായത് കരയാതിരിക്കുക എന്ന് പറയുന്നത് അല്ല ഒരു പ്രശ്നമാണ് ബേസിക്കലി പറയുമ്പോൾ. അതുപോലെ തന്നെ ഓവറായിട്ട് കരയാന്ന് പറയുന്നത് പ്രശ്നമാണ്. അതായത് പ്രോപ്പർ സ്ഥലത്ത് ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്കാണ് കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പല ഫാക്ടേഴ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഒരു സിംഗിൾ ഫാക്ടർ കൊണ്ടെന്ന് പറയാൻ പറ്റില്ല. അല്ല, ഇപ്പം പാപ്പനശ്ശേരിയുടെ കേസ് ഞാൻ ചോദിക്കാൻ കാരണം, ആ കുട്ടി നൽകിയ മൊഴി എന്താണെന്ന് വെച്ചാൽ, ആ സ്നേഹം ആ കുഞ്ഞിലേക്കും കൂടി പോകുന്നു, തനിക്ക് കിട്ടുന്ന സ്നേഹം കുഞ്ഞിലേക്കും കൂടി പോകുമെന്ന പേടിയിലാണ് കുട്ടി അത് ചെയ്തെന്നുള്ളത് മൊഴി വന്നിട്ടുള്ളത്. അപ്പം ഇത്തരത്തിൽ നമ്മുടെ സിബിലിങ്സ് ഉണ്ടാവുമ്പോൾ ഒരു എന്താ പറയണ്ടേ, ഒരു പ്രായപൂർത്തിയാകാത്തൊരു കുട്ടികളെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി കുറച്ചും കൂടി സൂക്ഷിക്കേണ്ടതില്ലേ? അത് തീർച്ചയായിട്ടും സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ പൊതുവേ നമ്മൾ സിബ്ലിങ്സ് ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പണ്ടൊക്കെ നമ്മൾ ചേട്ടത്തി അനിയത്തി ആണെങ്കിലും സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് ആണെങ്കിലും വഴക്കുണ്ടാവും. പക്ഷെ ഇത്രയും അഗ്രസീവിലേക്ക് വരുന്നത് കുറച്ച് പേരാണുള്ളത്. സോ ഗ്രോത്തിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് സിബ്ലിങ്സ് ഇഷ്യൂ എന്നുള്ളത്. അതിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഗർഭിണി ആവുന്ന ഒരു അവസ്ഥയിൽ തന്നെ നമ്മൾ അവരെ പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ളൊരു സാധനമുണ്ട്. അതായത് അമ്മ ഗർഭിണിയാണ്, നിന്റെ ലൈഫിലേക്ക് ഒരാളും കൂടെ വരുന്നുണ്ട് എന്നുള്ളൊരു സാധനം കൂടെ ഇൻക്ലൂഡ്, ആളെ കൊണ്ട് അവെയർ ആക്കിപ്പിക്കണം. ഇപ്പം നമ്മൾ പ്രഗ്നൻസി കൗൺസിലിങ്ങിലൊക്കെ പറയാറുണ്ട്, യു നീഡ് ടു ടോക്ക് വിത്ത് കിഡ് എന്നുള്ളത്. അതായത് കിഡിന് സെൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പം നമ്മൾ ബേസിക്കലി ഇപ്പോൾ ക്ലിനിക്കിലൊക്കെ വരുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നത്, ഇപ്പോൾ ഇഫ് യു ഹാവ് എ കിഡ്, അവരും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രഗ്നൻസി ജേർണി ആയിരിക്കണം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം അത് ഇപ്പോൾ പലപ്പോഴും ആ കുട്ടിക്ക് അവളെ ഒരു റിപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ടാണ് അവൾ കണ്ടത്. അതിന് പകരം നിന്നെ റിപ്ലേസ് ചെയ്യുന്ന ഒരാളല്ല, പകരം നിന്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് അത് എന്നുള്ളൊരു ഫാക്ടർ കൊടുക്കുക. പിന്നെ പലപ്പോഴും നമ്മൾക്ക് ചുറ്റുപാടിൽ ഇങ്ങനെ പറയും, അനിയത്തി വരും, ഇനി നിന്നെ വേണ്ട, അങ്ങനെയുള്ള
അങ്ങനെ സൊസൈറ്റി കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കട്ട് ചെയ്യാന്നുള്ളൊരു കാര്യമുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ഇപ്പം അങ്ങനെ പറഞ്ഞാലും ആ കുട്ടിക്കൊരു ഇത് തോന്നണം, സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് തോന്നണം. അതായത് ആള് വന്നാലും എന്ത് ചെയ്യില്ല, ഞാൻ അവിടെ നിന്ന് റീപ്ലേസ് ചെയ്യപ്പെടില്ല. അത് പാരന്റിന്റെ ഇന്ററാക്ഷനിലൂടെ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിൽ പ്രഗ്നൻസി ജേർണി മുതൽ കുട്ടീനെ അതിൽ ഇൻവോൾവ് ആക്കിയിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് അതിൽ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ സിബിലിംഗ് ഇഷ്യൂസ് ഒക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ പൊതുവേ നമ്മൾ കാണുന്നത് മൂത്ത കുട്ടിക്കായിരിക്കും അത്തരത്തിൽ സ്നേഹം കിട്ടുന്നില്ല, ഇളയ ഒരാൾ വന്നാൽ സ്നേഹം കിട്ടുന്നില്ല തരത്തിലുള്ള തോട്ട്സ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് പേരൻസ് ഇപ്പോൾ ഒരു പക്ഷേ മൂത്ത കുട്ടിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്താൽ അവിടെയും ഒരു പ്രശ്നം നിൽക്കുന്നില്ലേ? ആക്ച്വലി അത് തന്നെയാണ്. ഇപ്പോഴത്തെ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ പാരൻസ് ഭയങ്കര വെറീഡ് ആയിട്ട് എന്നാൽ പിന്നെ മൂത്ത കുട്ടീനെ ഭയങ്കര സ്നേഹം കൊടുക്കുക, അവനാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു ഫീലിംഗ് കൊടുക്കുക എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ആക്ച്വലി അതും ഹാംഫുള്ളാണ്. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ എന്തോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് അവന് തന്നെ ഒരു ഫീലിംഗ് വരികയും ലേറ്റർ ഓൺ പലതരത്തിൽ അവനൊരു എന്താ പറയുക, ഇപ്പോൾ കൈൻഡ് ഓഫ് നാർസിസ്റ്റിക് ട്രീറ്റ് ഒക്കെ വരാൻ, അതർ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്താലും അത് വരാനുള്ളൊരു ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ കുട്ടികളെ ട്രീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരാൾക്ക് റീപ്ലേസബിൾ അല്ല. അതായത് ഫസ്റ്റ് ബോണ്ടേതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട്. അവൻ ചിലപ്പോൾ ഭയങ്കരമായിട്ട് പാട്ട് പാടുന്ന ആളായിരിക്കും. സോ കൺഗ്രാജുലേറ്റ് ദാറ്റ് പോസിറ്റീവ് തിങ്സ്. ഇപ്പം ഇളയ ആൾക്കെന്ന് പറയുമ്പോൾ ഇളയ ആളുടേതായ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ കമ്പയറിങ് ഒഴിവാക്കി, നീ മൂത്തതാണ്, നീ ഇളയതാണ്, അപ്പം നിങ്ങൾ രണ്ടുപേരും പൊസിഷൻസ് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ രണ്ടുപേരും ഒരാൾ ഹയറും അല്ല ഒരാൾ ലോവറും അല്ല എന്നുള്ളൊരു സാധനമാണ് കൊടുക്കേണ്ടത്. ഇപ്പം മൂത്ത ആൾക്ക് ഭയങ്കര പ്രൊമിനൻസ് കൊടുത്താൽ ചിലപ്പോൾ ചില കുട്ടികളുണ്ട്, ചില ഫാമിലീസ് ഉണ്ട്, മൂത്ത ആൾക്ക് ഭയങ്കര ചിലപ്പം കുട്ടി ഉണ്ടായി കഴിഞ്ഞ് രണ്ടാമത്തെ കുട്ടി ഉണ്ടായപ്പം അമ്മാമ്മയും അച്ചാച്ചനും കൂടെ അവന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് അവൻ ഭയങ്കര സംഭവം തന്നെ അവൻ വിചാരിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഈ ഇളയ കുട്ടിക്ക് ഒരു അബൺമെൻറ്റ് ഫീലിംഗ് ആണ്, എന്നെ ആരും നോക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഇൻഫീരിയറാണ്, ഞാൻ എല്ലാം സഹിച്ച് നിൽക്കണം എന്നുള്ളൊരു തരത്തിൽ ഫീലിങ്ങിലേക്ക് വരും. അപ്പോൾ അതും നമ്മളെ ഇളയ കുട്ടീനെ എഫക്റ്റ് ചെയ്യാം, ഒപ്പം മൂത്ത കുട്ടീനെ അത് നെഗറ്റീവ്ലി തന്നെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാരൻറ്റിങ്ങിൽ നമ്മളിപ്പം മെയിനായിട്ട് പറയാറുണ്ട്, ഈവൻ ഐഡൻറ്റിക്കൽ ട്വിൻസ് ആണെന്നുണ്ടെങ്കിൽ പോലും ഓരോ കുട്ടിയെ വളർത്തുന്ന പോലെ അല്ല അടുത്ത കുട്ടിയെ വളർത്തേണ്ടത്. അത് അവനെ നോക്കുക, അവൻ്റെ ക്വാളിറ്റീസ് എന്താണെന്നുള്ളത് നോക്കുക, അവൻ എങ്ങനെയാണ്, അവൻ്റെ ബിഹേവിയേഴ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കുക, അവൻ്റെ ഇമോഷൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കുക, അത് രീതിയിൽ അഡോപ്റ്റ് ചെയ്യുക അവൻ്റെ പാരൻറ്റിങ് സ്റ്റൈല്. അതേസമയം നെക്സ്റ്റ് ആൾ ആ ഒരു രീതിയിൽ നോക്കുക. അല്ലാതെ എനിക്കൊരു പാരൻറ്റിങ് സ്റ്റൈൽ ഉണ്ട്, അത് ഞാൻ രണ്ടുപേരിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിലാണ് അവിടെ പ്രശ്നം വരിക. പാരന്റിംഗ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു ഫാക്ടർ പാരന്റിങ് തന്നെയാണ്. ഇപ്പം നമുക്കിപ്പം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സിനെ പോയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവൻ പുറത്തിറങ്ങുന്ന സാഹചര്യങ്ങൾ ഒരു പരിധിവരെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ നമ്മുടെ കൺട്രോളുള്ള കാര്യങ്ങളല്ല. ഇപ്പം മൂവി ഇറങ്ങുന്നു, വയലൻസ് മൂവി ഇറങ്ങുന്നു, അത് നമുക്ക് കൺട്രോളുള്ള കാര്യങ്ങളല്ല. അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് ബ്ലെയിമിങ് ദം, ഫോക്കസ് ഓൺ യുവർ പാരന്റിങ് സ്റ്റൈൽ, ഇറ്റ് ഈസ് ഇൻസൈഡ് യുവർ കൺട്രോൾ. അപ്പോൾ പാരന്റിങ്ങിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന കുറേ പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നമ്മൾ ഇപ്പോൾ സൊസൈറ്റി ആണെങ്കിലും പാരന്റിങ്ങിനോട് ഉള്ളൊരു സമീപനവും ഒരു പ്രശ്നം. അതായത് ഇപ്പം സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു മാരേജ് കഴിഞ്ഞാൽ ഓക്കെ, സ്വാഭാവികമായിട്ട് പ്രഗ്നൻ്റ് ആവുന്നു, കുട്ടി ഉണ്ടാവുന്നു, താനേ വളർന്നോളും, ആ ഒരു മൂഡിലാണ് പല ആളുകൾ ഇപ്പോഴും ഈ ഒരു പാരന്റിങ്ങിനെ നോക്കിക്കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു കോഴ്സ് പോലെ നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കി ചെയ്യേണ്ടുന്നൊരു സാധനം തന്നെയല്ലേ? ശരിക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ നമ്മൾ അതായത് പ്രഗ്നൻസി കൗൺസിലിംഗ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് പ്രീ മാരിറ്റൽ സ്റ്റേജിൽ തന്നെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആക്ച്വലി നിങ്ങളുടെ പാരന്റിങ് സ്റ്റൈൽ. അതായത് ചിലപ്പം ഒരു പാർട്ട്ണറിൻ്റെ പാരന്റിങ് സ്റ്റൈൽ എല്ലായിരിക്കും അടുത്ത പാർട്ട്ണറിൻ്റെ പാരന്റിങ് സ്റ്റൈൽ. അതിൽ വരെ കോൺഫ്ലിക്ട്സ് വന്ന് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പം ബേസിക്കലി പറയാം, എപ്പോഴാണ് പാരന്റിങ് തുടങ്ങേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൺസ് യു ഗെറ്റ് പ്രഗ്നൻറ്റ്, വൺസ് യു ആർ പ്രിപ്പയർഡ് ഫോർ പ്രഗ്നൻസി എന്ന് തന്നെയാണ് പറയാം. അപ്പം കുട്ടിയായിട്ടുള്ള ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ കുട്ടി മുമ്പിലുള്ള സമയത്താണ്. അപ്പോൾ അന്ന് മുതൽ കുട്ടിയായിട്ട് സംസാരിക്കാനും കുട്ടിയായിട്ട് ഇമോഷണൽ കണക്ഷൻസ് ഫീൽ ചെയ്യിക്കാനും തുടങ്ങണം ആക്ച്വലി. അതിന്ന് പല ആളുകളും അതിനെക്കുറിച്ച് അവെയർ അല്ല. സോ ബേസിക്കലി പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഇഷ്യൂ വന്നിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിലും ഫാർ ബെറ്റർ ആണ് ആ ഇഷ്യൂ വരാതെ നോക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, കോഴ്സസ് ആർ ദെയർ, അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പം നമ്മുടെ ക്ലിനിക്കിലൊക്കെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പം എല്ലാവർക്കും അത് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ അത് സീക്ക് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോക്കസ് ഓൺ യുവർ കിഡ്, വാട്ട് യുവർ കിഡ് വാണ്ട്, അത് കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യും എന്ന് തോന്നുന്നു. അവരുമായിട്ടൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഹെൽപ്പ് ചെയ്യും. അതാണ് ബേസിക്കലി നോക്കേണ്ടത്. കുട്ടികളുടെ ലഹരി കേസുകൾ ഇപ്പം
ഇപ്പോൾ കഞ്ചാവാണെങ്കിലും മറ്റേ രാസലഹരിയൊക്കെ ആണെങ്കിലും കുട്ടികളിൽ നിന്ന് കൂടുതലായിട്ട് പിടിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. കുട്ടികൾ കാരിയേഴ്സായിട്ട് മാറുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഈ ലഹരി ഐറ്റംസ് മുതിർന്നവരെക്കാൾ കൂടുതൽ അട്രാക്ഷൻ ഉള്ളത് കുട്ടികൾക്കാണോ? അതായത് റിസ്കി ബിഹേവിയേഴ്സ് ഉള്ള അഡോളസെന്റ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ കുറച്ചും കൂടെ പാരൻസിന്റെ കൺട്രോളിൽ നിന്ന് അവർ എല്ലാം അവരുടെ ഫ്രണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. ആൻഡ് അവർക്ക് അവരുടെ ആ ഒരു സ്റ്റേജിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാം. പാരൻസിന് കൺഫ്യൂഷൻ ഉണ്ട്, ഈ സ്റ്റേജ് എങ്ങനെ ഡീൽ ചെയ്യും. ഇപ്പം നമുക്ക് വരുന്ന കുറേ ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നമുക്കറിയില്ല. ആക്ച്വലി കുട്ടിയുടെ മനസ്സിൽ കുട്ടി ഒരു അഡൾട്ടായി, ഫാദറിന്റെ അല്ലെങ്കിൽ മദറിന്റെ മനസ്സിൽ എന്ന് പറയുമ്പോൾ അവൻ ഇപ്പോഴും ഒരു കുട്ടിയാണ്. സോ ഈ ഒരു കോൺഫ്ലിക്റ്റ് നിൽക്കണോണ്ട് തന്നെ അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ കൂടുതലായിട്ട് എന്താ പറയുക, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പ്രീ കൺവെൻഷൻ സ്റ്റേജിലെ മൊറാലിറ്റി ഒന്നും അങ്ങ് റൈറ്റ് ഓർ റോങ് ഒന്നും അങ്ങ് ഫോക്കസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ കൂടുതലായിട്ട് ഈ നോ പറയാനുള്ള ഡിഫിക്കൽറ്റി ഉള്ളവരൊക്കെ പൊതുവേ ഈ ഡ്രഗ് അഡിക്ഷനിലേക്കൊക്കെ പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം ബേസിക്കലി നമ്മൾ പറയാം അഡോളസെന്റ് സ്റ്റേജിലുള്ള കുട്ടികളോട് പറയുന്നത് ഇതാണ്, പാരൻസിനോട് പറയുന്നതാണ് ടോക്ക് വിത്ത് ദം വാട്ട് ദേ വാണ്ട്. അതുണ്ടാവും. ചിലപ്പോൾ ചില കുട്ടികൾക്ക് എന്നെ ഭയങ്കര അഡൾട്ടായിട്ട് കാണാൻ ആണ് ആഗ്രഹം എന്ന് പറയുന്ന കുട്ടികളുണ്ട്. അല്ലെങ്കിൽ ചില കുട്ടികൾ എന്നെ കുട്ടിയായിട്ട് തന്നെ കണ്ടാൽ മതി, ബട്ട് ഐ വിൽ സീക്ക് ഹെൽപ്പ് ഫ്രം യു വെനെവർ ഐ വോണ്ട് എന്നുള്ള സാധനം പറയുന്ന ആളല്ല. അപ്പം നിങ്ങളുടെ കുട്ടിക്ക് എന്താ വേണം? നിങ്ങളുടെ കുട്ടിക്ക് ഒരു അഡൾട്ടായിട്ട് തന്നെയാണോ കാണാൻ, അല്ലെങ്കിൽ ഞാൻ അഡോളസെന്റ് ആയി, ഞാൻ ഇനി കുറച്ച് ഇതൊക്കെ ആയി എന്ന് അങ്ങനെയാണോ നിങ്ങൾ അവർക്ക് ആഗ്രഹം? അതേ രീതിയിൽ പോവുക. അപ്പോൾ അവർക്ക് മേക്ക് ഷുവർ ചെയ്യുക, അതായത് നീ ഒരു ട്രാൻസിഷൻ സ്റ്റേജിലാണ്, അപ്പോൾ എല്ലാ കാര്യവും നിന്റെ കയ്യിൽ വിട്ടുതരാൻ പറ്റില്ല. ദർ വിൽ ബി സംതിങ് നീ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോവുക. അതിൽ ചില കാര്യങ്ങൾ നിനക്ക് ചിലപ്പം എക്സ്പീരിയൻസിൻ്റെ കാരണം കൊണ്ട് അറിവില്ലായ്മ ഉണ്ടാവുക. അപ്പം അതിൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ നമ്മളുമായിട്ടും കൂടി ഡിസ്കസ് ചെയ്ത് പോവുക എന്നുള്ളത്, ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനും ആ ഒരു അതായത് ജഡ്ജ്മെൻ്റ് ഇല്ലാതെ സംസാരിക്കുന്നതൊക്കെ കുറച്ചും കൂടി അവരിൽ ഒരു എന്താ പറയുക, ഈ ഇതിലേക്കൊക്കെ പോകുന്നതിന് ഒരു പരിധി വരെ തടയിടാൻ പറ്റും. ഷഹബാസിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ അതേ പ്രായത്തിലുള്ള കുട്ടികൾ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ ഒരു കേസുകളൊക്കെ എടുക്കുകയാണെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് ഈ നേരത്തെ പറഞ്ഞതുപോലെ അഗ്രസീവ് ആവുന്നു. അതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് ഈ കൊലപാതകത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനൊരു സ്റ്റോപ്പ് ചെയ്യാൻ എന്തൊക്കെയായിരിക്കും നമ്മുടെ മുന്നിലുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബയോസൈക്കോ സോഷ്യൽ മോഡൽ വെച്ച് അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. ഇപ്പം ഇപ്പോഴത്തെ ഇപ്പം നമ്മളെല്ലാവരും പറയും ന്യൂ ജനറേഷനെ നമ്മൾ പേടിക്കണം എന്ന് പറയുമ്പോഴും അവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അവരെ വളർത്തിയത് നമ്മളാണ്, ലൈക്ക് ഇതിനു മുന്നേയുള്ള ജനറേഷനാണ്. സോ അവരുടെ വലിയൊരു ഫാക്ടർ ഉണ്ട്. ഇപ്പം ഒരു 90s അല്ലെങ്കിൽ 80s ആളുകളുടെ അടുത്ത് അവരുടെ ട്രോമയെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരൻ്റ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി, ഒരാൾ ഒരു അമ്മയോ അച്ഛനോ ആവുമ്പോൾ ആദ്യം അവരെടുക്കുന്ന തീരുമാനം പൊതുവേ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അച്ഛനെ പോലെ ആവില്ല എന്നാ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫാദർ ആവില്ല എന്നാ. അപ്പം നമ്മളൊന്ന് റീതിങ്ക് ചെയ്യണം. ലൈക്ക് ഇപ്പോൾ എൻ്റെ അച്ഛൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ കുറേ പോസിറ്റീവ്സും കൂടെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ അഡോപ്റ്റ് ചെയ്ത മെത്തേഡ് ചിലപ്പോൾ ഒബ്വിയസ്ലി എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇപ്പം ഞങ്ങൾ ഇപ്പം നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഒരു പാരൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പലതരത്തിലുള്ള പാരൻറ്റിങ് ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ സോഷ്യൽ മീഡിയ ട്രെൻഡ് ആയതുകൊണ്ട് ജെൻറൽ പാരൻറ്റിങ്, കോൺഷ്യസ് പാരൻറ്റിങ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പാരൻറ്റിങ് ടിപ്സും ഒരുപാട് പേര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പണിഷ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ പണിഷ്മെൻറ്റിന് അപ്പുറത്തേക്ക് അവർക്ക് റൈറ്റ് ഓർ റോങ് കൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കേണ്ട ഒരാൾ തീർച്ചയായിട്ടും പാരൻസ് തന്നെയാണ്. പക്ഷേ ഇന്ന് ഈ മിസ്കൺസെപ്ഷൻസിൻ്റെ ഭാഗമായിട്ട് കുട്ടി എന്ത് ചെയ്താലും അതിനെ അതേ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതായിട്ട് പാരൻറ്റിങ് മാറിയിട്ടുണ്ട്. ഇപ്പം ഒരു നമ്മുടെ മോറൽ ഡെവലപ്മെൻറ്റ് തിയറി ഉണ്ട് കോൾബർഗിൻ്റെ, അതിൽ വെച്ചിട്ട് പറയുകയാണെങ്കിൽ പ്രീ കൺവെൻഷണൽ സ്റ്റേജ് എന്ന് പറയും. നമ്മൾ ഫസ്റ്റ് ഒരു 0 to 9 ഇയേഴ്സിൽ നമ്മളാണ് അവർക്ക് റൈറ്റ് ഓർ റോങ് കൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കേണ്ടത്. അത് നമ്മുടെ പാരൻസ് ചിലപ്പോൾ അടിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ നമ്മൾക്കിപ്പം പലതരത്തിലുള്ള പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ റീഎൻഫോഴ്സ്മെൻറ്റ് അങ്ങനെ പല കാര്യങ്ങളുണ്ട് പാരൻറ്റിങ്ങിൽ എടുക്കുമ്പോൾ. അപ്പോൾ ആ രീതിയിൽ, അതായത് അടിക്കുക എന്ന് മാത്രമല്ല, അതിനപ്പുറം പണിഷ്മെൻറ്റിന് പല രീതികളുണ്ടെന്നുള്ളത് മനസ്സിലായി. ചിലപ്പോൾ അവരുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം അവരിൽ നിന്ന് പിൻവലിക്കുന്നതായിരിക്കും ഒരു പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ക്രൂരമായിട്ട് അടിക്കുകയോ അവരെ മുറിവേൽപ്പിക്കുകയോ അങ്ങനെയുള്ള രീതിയിലല്ല, അല്ലാതെ ഒരു കൺട്രോളിങ്. ഇപ്പോൾ പാരൻസിന് മിസ് ഔട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ പാരൻറ്റിങ് എന്ന് പറയുന്നത് വാം പ്ലസ് കൺട്രോൾ എന്നുള്ള ഒരു ഫാക്ടറിലാണ് വരിക. അതിൽ വാംത്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ, സ്നേഹം, അണ്ടർസ്റ്റാൻഡിങ് ഇത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കൺട്രോളിംഗ് എന്ന് പറയുന്ന ഫാക്ടർ അവിടെ വരുന്നില്ല. ആ കൺട്രോളിങ് പാരൻസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. കൺട്രോളിങ് വരുമ്പോൾ ഒരു പെർമിസീവ് പാരൻറ്റിങ് ടൈപ്പിലേക്ക് പോകും. അതായത് നമ്മൾ പണ്ടൊക്കെ പറയുന്നത് ലാളിച്ച് വളർത്തി
ഇതായിപ്പോയി, വാശി കൂടുതലാണ്. അപ്പോൾ ആ കൺട്രോൾ എന്ന് പറയുന്ന ഫാക്ടറും കൂടെ ഇൻക്ലൂഡ് ആക്കിയാൽ മാത്രമാണ് ഇപ്പോൾ ഈ ഷഹബാസിൻ്റെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അവിടെയൊക്കെ പലപ്പോഴും ഇത് തന്നെയായിരിക്കും ഒരു ഫാക്ടർ ഉണ്ടാവും. പാരൻറ്റിങ്ങിലും വൺ ഓഫ് ദ ഫാക്ടറാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ പാരൻറ്റിങ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കുക, അതിന് വേണ്ടിയിട്ട് ഹെൽപ്പുകൾ സീക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഇപ്പോൾ വരുന്ന ചൈൽഡ് ഇഷ്യൂസ്, അതായത് ഇപ്പോൾ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് ലൈക്ക് ഓട്ടിസം, ADHD ഒക്കെ ആണെങ്കിൽ അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എല്ലാവരും കൊടുക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അവർക്കൊരു അസുഖം വരണമെന്നില്ല, അതായത് അല്ലെങ്കിൽ ഒരു ഡിസോർഡർ വരണമെന്നില്ല. പകരം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവർക്ക് അവർ നേരത്തെ പറഞ്ഞ പോലെ അനിയത്തിൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യമാണ്, വി ഹാവ് എക്സ്പേർട്സ് ഡീലിങ് ദോസ് ഇഷ്യൂസ്. അത് പലർക്കും അറിയില്ല. അതിനെങ്ങനെ ഇപ്പം നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടെ അവരെ കേട്ട് അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് നിൽക്കുന്നതാണെങ്കിൽ ഫസ്റ്റ് ഇൻ്റർവെൻഷൻ നിങ്ങൾ തന്നെ നടത്തുക. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള എക്സ്പേർട്സിൻ്റെ സഹായം തേടേണ്ടതുണ്ട്. കാരണം ഇന്ന് ഒരു ഡിസോർഡർ ലെവലല്ലാതെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ചുറ്റും എക്സ്പേർട്സുകൾ ഉണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പണിഷ്മെൻറ്റ് പ്ലസ് കൺട്രോളിങ്ങും ഒക്കെ വേണമെന്നുള്ളത്. പക്ഷെ പണിഷ്മെൻറ്റൊക്കെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പാരൻറ്റിങ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറച്ച് സ്കൂളിംഗ് ഒക്കെ ആയിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് പല ആളുകൾക്കും ഒരു ട്രോമ ബിൽഡ് ചെയ്യാൻ കാരണമായിട്ടുണ്ട്. അപ്പം അത്തരത്തിലൊരു പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ശരിയായ ഒരു രീതി ആയിരിക്കില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് പണിഷ്മെൻ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ കേൾക്കുന്നവർക്ക് ഇപ്പം പണിഷ്മെൻ്റ് എന്ന് ഞാൻ പറയുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ വിചാരിക്കുന്നത് ആ കുട്ടീനെ ഫിസിക്കലി ഹാം ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അതിനപ്പുറത്തേക്ക് പോസിറ്റീവ് പണിഷ്മെൻറ്റ്, നെഗറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് തന്നെ നമ്മൾ സൈക്കോളജിക്കലി രണ്ടായിട്ട് പറയുന്നുണ്ട്. പോസിറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലൈ കൊടുക്കുക എന്ന് പറയും, അതായത് അടിക്കുക, അവനെ വേദനിപ്പിക്കുക എന്നുള്ളതാണ്. അത് മാത്രമാണ് നമ്മുടെ അറിവിലുള്ള പണിഷ്മെൻറ്റ്. അപ്പുറത്തേക്കൊരു നെഗറ്റീവ് പണിഷ്മെൻറ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞാൽ അവന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പാരൻറ്റിങ്ങിന് വരുമ്പോൾ നമ്മൾ പറയും, നീ പാത്രം കഴുകണ്ട പക്ഷെ നീ പഠിക്കേണ്ടി വരും. സോ ദിസ് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് പണിഷ്മെൻറ്റ്. അപ്പോൾ പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ജേർണി. അതിൽ ഒരുപാട് നമ്മുടെ പാരൻസിന് കിട്ടിയിട്ടുള്ള അറിവ് വെച്ച് അവർ ചെയ്തത് അടിക്കുക എന്നുള്ളതായിരുന്നു. അവർക്ക് ഭയങ്കര റീസണബിൾ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. ഇതിനപ്പുറത്തേക്ക് റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാം അവർക്ക്. ഇപ്പം ഭയങ്കരമായിട്ട് വാശി കാണിച്ചു, അങ്ങനെ കാണിക്കാതിരുന്നെങ്കിൽ ഞാനൊരു സാധനം ഇപ്പം നമ്മൾ ടോയ്സ് കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടൈമിലേക്ക് ഇത്ര കാര്യം നീ നല്ലപോലെ പെർഫോം ചെയ്താൽ നിനക്ക് ഇത് തരാം, അവിടെ അടിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അവന് TV കാണുന്ന ഇഷ്ടമായിട്ടുള്ള ആളാണ്, പുറത്ത് പോയി കളിക്കുന്ന ഇഷ്ടമായിട്ടുള്ള ആളാണ്, അങ്ങനെയാണെങ്കിൽ അത് നീ കാണണമെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പുറത്ത് പോയി കളിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നീ ഇത് കംപ്ലീറ്റ് ചെയ്യണം. സോ ദീസ് ആർ ഓൾസോ ടൈപ്പ് ഓഫ് പാരൻറ്റിങ് ടെക്നിക്സ് ആണ്. പക്ഷെ പണിഷ്മെൻറ്റ് എന്നുള്ള വേർഡ് പറയുമ്പോൾ നമ്മുടെ ഒരു പാസ്റ്റ് ഹിസ്റ്ററിയിൽ നോക്കുമ്പോൾ ആ ഒരു ഫാക്ടർ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അതാണ്. അതായത് ഇപ്പം തിയറീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ അഡ്വാൻസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളൊരു ഫാക്ടർ, ഇപ്പോൾ സോഷ്യൽ മീഡിയാസ് ഉണ്ട്, നമുക്ക് ഇന്ന് എല്ലാ നോളജും കിട്ടും, അതായത് നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെയാണ്. പക്ഷെ നമ്മളെപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഇപ്പം ഗൂഗിൾ ആയിക്കോട്ടെ, ChatGPT ആയിക്കോട്ടെ, അതൊക്കെ ഒരു ടൈലേർഡ് സാധനമാണ്, ഇൻഡിവിജ്വലി ടൈലേർഡ് അല്ല. ഇപ്പം എൻ്റെ കുട്ടിക്ക് എന്താ പ്രശ്നം എന്നുള്ളത് എൻ്റെ കുട്ടീനോട് സംസാരിച്ചാലേ കിട്ടുള്ളൂ, അത് സോഷ്യൽ മീഡിയ എന്നൊന്നും കിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അവരോട് സംസാരിക്കുക. ഈ പറയുന്ന എല്ലാ ടെക്നിക്സും നിങ്ങളുടെ കുട്ടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങളുടെ കുട്ടിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അവിടെ നിങ്ങൾ സംസാരിച്ച് അവിടെ അവനെ ഇപ്പം ചില കുട്ടികൾക്ക് സ്പോർട്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ രീതിയിൽ ടൈലർ ചെയ്യുക. ഈ രീതിയിൽ വേണം നിങ്ങൾ കുട്ടികളിൽ അപ്രോച്ച് ചെയ്യാൻ. അല്ലാതെ ജനറലി ഒരു ഡിക്ഷണറി ഉണ്ട്, അത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഒരു ടെക്നിക്ക് അല്ല. അവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത് കുട്ടിയും പാരന്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. തീർച്ചയായിട്ടും കൂടുതലായിട്ട് കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു വരുന്നു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ ആ കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക? പണ്ടത്തെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് മദർ ആയിരിക്കും ഹോം മേക്കർ ആയിട്ട് നിൽക്കുക, ഫാദർ ആയിരിക്കും എന്ത് ചെയ്യുക, ഫിനാൻഷ്യലും ജോലിക്കൊക്കെ പോകുന്നുണ്ടാവുക. അവിടെ ചിലപ്പോൾ അവൈലബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല. ഇപ്പം നമുക്ക് അമ്മമാരോട് അവിടെ അവൈലബിൾ ആവാനും പറയാൻ പറ്റില്ല. എവരി വൺ ഈസ് വർക്കിംഗ്. അതിൽ നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യം ക്വാളിറ്റി ടൈം എന്നുള്ളൊരു കാര്യമാണ്. അതായത് വെദർ ഫാദർ ഓർ മദർ ഈസ് വർക്കിംഗ്, ഇറ്റ് ഈസ്, അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ക്വാണ്ടിറ്റി ഓഫ് ദ ടൈം അല്ല മെഷർ ചെയ്യുന്നത്, ഇറ്റ്സ് അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ടൈം. ഇപ്പോൾ ജോലി ചെയ്യാതെ കുട്ടിയുടെ ഒപ്പം 24 മണിക്കൂർ നിന്നിട്ടും കാര്യമില്ല. അതിനപ്പുറത്തേക്ക് നിങ്ങളും നിങ്ങളുടെ കുട്ടിയും തമ്മിൽ, അതായത് ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഫാമിലി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഹസ്ബൻഡും കുട്ടികളും തമ്മിലൊരു ക്വാളിറ്റി ടൈം വേണം, ഹസ്ബൻഡും വൈഫും കുട്ടികളും തമ്മിലൊരു ക്വാളിറ്റി ടൈം വേണം, അറ്റ് ദ സെയിം ടൈം ഹസ്ബൻഡും വൈഫും തമ്മിലൊരു ക്വാളിറ്റി ടൈം വേണം.
അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അവിടെയാണ് കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ്ങർ ആക്കാൻ പറ്റുള്ളൂ. ആ ഒരു രീതിയിൽ അത് ഒരു എന്താ പറയുക, നിർബന്ധം തന്നെ. നമ്മൾ രാവിലെ 9 മണിക്ക് ജോലിക്ക് പോകുന്നു എന്ന് പറയുന്ന പോലെ അതൊരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാക്കുക. അതായത് വൈകുന്നേരം വന്നിട്ട് എല്ലാവരും അവരുടെ ഇമോഷൻസ് ഷെയർ ചെയ്യുന്ന ഒരു ഒരു ടൈം ഉണ്ട്, അത് നിർബന്ധമായിട്ടുള്ളൊരു സാധനമാണെന്ന് വെക്കുക. ചിലപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് പറ്റില്ല, അപ്പോഴും മേക്ക് ഷുവർ ചെയ്യുക ഒരു ഗാർഡിയൻ ഈസ് ദെയർ എന്നുള്ള കുട്ടിയെ കേൾക്കാൻ അവിടെ ഒരാളുണ്ടായിരിക്കും, അത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പം നമ്മൾ ആത്മഹത്യാ നിരക്കുകൾ നോക്കുകയാണെങ്കിൽ പണ്ടൊക്കെ നമ്മൾ കൗമാരപ്രായം മുതൽ അങ്ങോട്ടായിരുന്നു ആത്മഹത്യാ വാർത്തകൾ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ 9 വയസ്സും 10 വയസ്സൊക്കെയുള്ള കുട്ടികളെ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത, ഗാനമേളക്ക് പോകാൻ അനുവദിക്കാത്തതിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ കുട്ടികളുടെ ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നതിലുള്ള എന്തൊരു ഫാക്ടർ എന്താണെന്ന് നോക്കിയിട്ടുണ്ടോ? അതായത് ഇപ്പം നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് അഡ്വേഴ്സിറ്റി കോഷൻ എന്ന് പറയും, അതായത് റെസീലിയൻസ് എന്ന് ബേസിക്കലി പറയും. ഇപ്പോൾ പണ്ട് ഇപ്പം നമ്മുടെ ചുറ്റുമുള്ള പലരും ഉണ്ടാവും ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വന്നിട്ട് അതിനെ തരണം ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് എത്തിയത്. ഇപ്പം ഞാൻ കാണുന്ന ഒരു അഡോളസൻ സ്റ്റേജിലുള്ള 80% ഓഫ് കുട്ടികൾക്കും ആ അഡ്വേഴ്സിറ്റി കോഷൻ്റെ കുറവായിട്ട് കണ്ടിട്ടുണ്ട്. ബിക്കോസ് ഓഫ് വൺ ഓഫ് ദ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് പാരൻറ്റിങ് തന്നെയാണ്. അതായത് അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയണ പോലെ കുട്ടീന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുക, കുട്ടിയുടെ ഓരോ ഈച്ച് ആൻഡ് എവറിത്തിങ് കാര്യത്തിൽ ഭയങ്കര ഫോക്കസ്ഡ് കൊടുത്ത് വളർത്തുന്ന പാരൻസിൻ്റെ കുട്ടികളായിരിക്കാം. പക്ഷേ അവരുടെ ലൈഫിൽ നമ്മൾ വീണാലേ നമ്മൾ എണീറ്റ് നടക്കാൻ പഠിക്കും എന്നുള്ള പറയുന്ന പോലെ കുട്ടി തോൽക്കണം, അല്ലെങ്കിൽ കുട്ടിക്ക് നെഗറ്റീവായിട്ടുള്ള ഇവൻറ്റ്സ് ലൈഫിൽ ഉണ്ടാവണം. പക്ഷെ ഇന്നത്തെ പാരൻസ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അവർക്കൊരു അൺപ്ലസൻറ്റ് സ്റ്റിമുലസ് കൊടുക്കാനേ പാടില്ല, അവനൊരു ബുദ്ധിമുട്ട് വരാനേ പാടില്ല എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കുട്ടി ജീവിതത്തിൽ ചിലപ്പോൾ ചില സമയങ്ങളിൽ ഒരു തോൽവി നേരിടുമ്പോൾ അവൻ അവിടെ എന്താ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയാതെ വരികയും അവർ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലേക്ക് ഡീൽ ചെയ്ത് പോവുകയും വരുന്നുണ്ട്. അപ്പം മേക്ക് ഷുവർ ദാറ്റ്, അതായത് അവന് ചിലപ്പോൾ ഒരു സ്ഥലത്ത് ഒരു സമയത്ത് നമുക്ക് എപ്പോഴും അവരുടെ ഒപ്പം പറ്റണമെന്ന് വരില്ല. അപ്പോൾ ചില സമയങ്ങളിൽ അവർക്ക് എന്താവും, നെഗറ്റീവായിട്ടുള്ള ഇവൻറ്റ്സ് ഉണ്ടാകും. മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ അവരുടെ ഒപ്പം ഉണ്ട്, അവൻ ആ കോൺഫിഡൻസ് ആ കൊടുക്കണ്ടേ. പക്ഷെ ഇന്ന് പാരൻസ് കുറച്ചും കൂടി ഇത് ചെയ്തിട്ട് കോൺഫിഡൻസ് കൊടുക്കണതിന് വരെ നിനക്ക് അൺപ്ലസൻറ്റ് സ്റ്റിമുലസ് വേണ്ട, നീ ബുദ്ധിമുട്ട് അറിയണ്ട. ചിലപ്പോൾ പണ്ടൊക്കെ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ വരുമ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവും, അത് നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, അതിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ട്രോമ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒന്നും അവനെ അറിയിക്കേണ്ട, അല്ലെങ്കിൽ അവനെ ഒരാൾ വഴക്ക് പറയേ വേണ്ട, കസിൻസ് വഴക്ക് പറയേ വേണ്ട, അവൻ എന്ത് ചോദിച്ചാൽ അപ്പം തന്നെ വാങ്ങി കൊടുക്കണം എന്ന് പറയുമ്പോൾ അവൻ പെർസീവ് ചെയ്യുന്ന കാര്യം ഓക്കെ ദിസ് ഇസ് ലൈഫ് എന്നുള്ളൊരു സാധനമാണ്. അതിന് പകരം ചില സമയങ്ങളിൽ പാരൻസിന് നോ അവന് കിട്ടിയേ തന്നെ പറ്റുള്ളൂ. അതുപോലെ ചില സമയത്ത് അവന് വീണ് ഓക്കെ കുഴപ്പമില്ല നീ എണീറ്റോ ഞാനിവിടെ ഉണ്ട് എന്നുള്ളൊരു കംഫർട്ട് സോൺ അവന് കൊടുക്കണം. അങ്ങനെ അവനെ വളർത്തിയെടുക്കുമ്പോൾ കുറച്ചും കൂടെ ഈ ഒരു ആത്മഹത്യാ നിരക്കൊക്കെ കുറയും. ഇപ്പം ഇത് നമ്മൾ പല സമയങ്ങളിൽ ഇപ്പം ഈ റീസെൻ്റ്ലി ആണ് കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിലും പണ്ടൊക്കെ ഉണ്ട്. പക്ഷെ റീസെൻ്റ്ലി കൂടാനുള്ള കാരണം പാരന്റിങ് സ്റ്റൈലിൽ വന്നിട്ടുള്ള ഒരു ഇഷ്യൂസ് ആണ്, എല്ലാം സപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഇതിലാണ്. ഇപ്പോൾ കോവിഡിന് ശേഷം കുട്ടികൾ കൂടുതലായിട്ട് ഈ ഫോണിൻ്റെ ഉപയോഗം കൂടിയിട്ടുണ്ട്. അപ്പോൾ AI വേൾഡിലാണ് കുട്ടികൾ സത്യം പറഞ്ഞാൽ ജീവിക്കുന്നത്. നമുക്ക് പോലും അറിയില്ല അതിലെന്തൊക്കെയാണ് നടക്കുന്നത്, പക്ഷേ കുട്ടികൾക്ക് അത് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ കുട്ടികളുടെ മൈൻഡ് പെട്ടെന്ന് ഡിസ്ട്രാക്റ്റ് ആവാൻ ഒരുപാട് ഘടകങ്ങളുണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ ഈ കുട്ടികളുടെ ഈ സ്ക്രീൻ ടൈമുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് ഈ സ്ക്രീൻ ടൈം കുട്ടികളുടെ മെൻ്റലി എഫക്റ്റ് ചെയ്യുന്നത്? ബേസിക്കലി പറയണെന്തെന്ന് വെച്ചാൽ അതായത് നമ്മുടെ ഏജ് അനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കുന്ന അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈം ഡിഫറെൻ്റ് ആണെന്നാണ് പറയുക. അതനുസരിച്ചിട്ടാണ് നമ്മുടെ കരിക്കുലൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് കുഞ്ഞു കുട്ടികൾക്ക് ചെറിയ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈമിലായിരിക്കും ഒരു പീരീഡ് കൊടുക്കുക ക്ലാസ് റൂമിൽ. വലുതാവും തോറും നമ്മുടെ പീരീഡിൻ്റെ ഡ്യൂറേഷൻ കൂടുന്ന നമ്മൾ തന്നെ കണ്ടിട്ടില്ല, കാരണം അവർക്ക് അത്രയും ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കൂടുതൽ ഡേഞ്ചർ ആയിട്ടുള്ളത് ഷോർട്സ് ആണ്. അതായത് ഒരു ഡ്യൂറേഷൻ നമ്മളിപ്പോൾ ഒരു വലിയ വീഡിയോ ഒരിക്കലും കാണാറില്ല, അല്ലെങ്കിൽ അത് അടിച്ചിട്ടിട്ട് കാണാം. പകരം ഷോർട്സിലാണ് നമ്മൾ കൂടുതൽ പ്രിഫറൻസ്, കാരണം പെട്ടെന്ന് നമുക്ക് എല്ലാം തീരണം. അപ്പോൾ ഈ ഷോർട്സ് ഒക്കെ കൂടുതൽ അറ്റൻഷൻ, ഇപ്പോൾ ADHD പോലെയുള്ള ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്കൊക്കെ ഈ ഷോർട്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഹാംഫുൾ ചെയ്യുന്നത്. അല്ലാതെ തന്നെ ഇപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ ഇഷ്യൂസ് ആണ്, പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഷോർട്സ് കൂടുതൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, അപ്പോൾ അവരുടെ അറ്റൻഷൻ സ്പാനിനെ അത് കുറയ്ക്കുന്നുണ്ട്. പിന്നെ ബേസിക്കലി നമ്മൾ പറയുന്നത് ഇപ്പം നമ്മൾ പറയാണ് സ്ക്രീൻ ടൈം ഷുഡ് ബി ദയർ. അതായത് ഇപ്പം ഒരു കുഞ്ഞു കുട്ടി, അതായത് ഒരു ഫിക്സഡ് റൂൾ ഉണ്ട് എപ്പോഴൊക്കെയാണ് സ്ക്രീൻ ടൈം കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. നമുക്ക് അവരതിനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ജനിച്ചു വളർന്ന വേൾഡ് എന്ന് പറയുന്നത് അതാണ്. സോ
പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക, അതിൽ എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെയാണ് ഇത് എന്നുള്ളൊരു പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലൂടെയാണ് അതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നീ ഇത് ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പം അവൻ ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ ഓക്കെ സ്ക്രീൻ യൂസേ ചെയ്യേണ്ടെന്ന് പറഞ്ഞു വെച്ചാൽ അവൻ ചെല്ലുമ്പോൾ സ്കൂളിൽ സംസാരം ഉണ്ടാവുന്നത് ചിലപ്പോൾ ഈ AI കുറിച്ചിട്ടും അല്ലെങ്കിൽ അന്നത്തെ ലേറ്റസ്റ്റ് പാട്ടുകളാവാം, അല്ലെങ്കിൽ അങ്ങനത്തെ ട്രെൻഡ്സ് ഒക്കെ ആയിരിക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവൻ അത് ഇൻസെക്യൂർ ആവുകയും ഇവൻ വേറെ രീതി, അതായത് നിങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ള, അവന് ദർ ആർ ലോട്ട് ആൻഡ് ലോട്ട്സ് ഓഫ് ഓപ്ഷൻസ്. അപ്പോൾ അതിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. പകരം പാരൻ്റൽ കൺട്രോളിൽ തന്നെ, ഇപ്പോൾ കുഞ്ഞു കുട്ടികളാണെങ്കിൽ പാരൻ്റൽ കൺട്രോളിൽ തന്നെ സ്ക്രീൻ ടൈം കൊടുക്കുക, അതിലും ഭയങ്കര സ്റ്റിമുലേറ്റഡ് വീഡിയോസ് കൊടുക്കാതിരിക്കുക, ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ സ്ക്രീൻ ടൈം കൊടുക്കുക എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. ഇതിപ്പം നമ്മൾ നേരത്തെ സിനിമയുടെ കാര്യങ്ങൾ സംസാരിച്ചല്ലോ. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് കുട്ടികളോട് ഇപ്പം റീസെൻ്റ്ലി ചോദിച്ചാൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ വെച്ചാൽ രംഗണ്ണൻ, അമ്പാൻ, അല്ലെങ്കിൽ മാർക്കോ, റോക്കി ബായ്, അങ്ങനത്തെ കുറേ ആളുകളെയായിരിക്കും അവർ പറയാം. അപ്പം ഇത്തരത്തിൽ സിനിമകൾ എന്തായാലും കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷേ ഈ സിനിമകളിലെ ഈ നെഗറ്റീവ് സൈഡ് ഉണ്ടല്ലോ, ഈ നെഗറ്റീവ് സൈഡ് കുട്ടികളെ ബാധിക്കാതിരിക്കാൻ നമ്മളെ പാരൻസ് ആണെങ്കിലും സോഷ്യലി ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ശ്രദ്ധിക്കേണ്ടതില്ലേ സത്യം പറഞ്ഞാൽ? ശരിക്കും ശ്രദ്ധിക്കണം. അതായത് വർഷങ്ങൾക്ക് മുമ്പ് സൈക്കോളജിസ്റ്റ് ബോബോഡോൾ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫേമസ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറയുന്ന ഒരു ഒരു തിയറിയാണ് പറയുന്നത്. ശരിക്കും അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്കൊരു വീഡിയോ കാണിച്ചു കൊടുത്തു. അതായത് ഒരു കൂട്ടം കുട്ടികൾക്ക് ഒരു പാവേനെ വെച്ചിട്ട് അവർ എമ്പതി കാണിക്കുന്ന ഒരു വീഡിയോയും വേറൊരു കൂട്ടം കുട്ടികൾക്ക് ഈ പാവേനെ ആക്രമിക്കുന്ന വീഡിയോസാണ് കൊടുത്തത്. എന്നിട്ട് ഇതൊരു എക്സ്പെരിമെൻ്റിൻ്റെ ഭാഗമായിട്ട് നടന്നതാണ്. എന്നിട്ടിത് ഈ കുട്ടികളെ ആ വീഡിയോ കണ്ടതിന് ശേഷം എന്താ ചെയ്തതെന്ന് കുറച്ച് പാവ കൊടുത്തു അവർക്ക്. അപ്പോൾ ഈ വാംത്ത് കാണിക്കുന്ന കുട്ടികൾ ബേസിക്കലി അതിനെ കൊഞ്ചിക്കാനാണ് നോക്കിയത്. പകരം അഗ്രസീവായ വീഡിയോ കണ്ട കുട്ടികൾ ചെയ്തത് അവർ അഗ്രസീവായിട്ട് അതിനെ ഇടിക്കുകയും അതിനെ ഉപദ്രവിക്കുകയും ചെയ്തു. സോ ബേസിക്കലി നമ്മൾ പറയുന്ന കാര്യം കുട്ടികളുടെ അടുത്ത്, ഇപ്പം നമ്മൾ ഒരുപാട് നേരം ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് കുട്ടികളോട് യൂസ് ചെയ്യരുതെന്ന് പറയുമ്പോൾ അവർ നമ്മൾ പറയുന്നതല്ല, അപ്പം ഈ ഇപ്പൊ പറഞ്ഞ പോലെ രംഗണ്ണൻ ആയിക്കോട്ടെ മാർക്കോ ആയിക്കോട്ടെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കുക എന്നുള്ള അപ്പുറത്തേക്ക് അവരെ കാണിക്കാതിരിക്കുക എന്നുള്ളത് ബേസിക്കലി പറയാം. കാരണം അവരെ ഒബ്സർവ് ചെയ്ത് അവരത് പഠിക്കും. നമ്മളെ ചിലപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ വീട്ടിൽ ഗ്രാൻഡ് പാരൻസ് നടക്കുന്ന രീതിയിൽ നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ പറയുന്ന വേർഡ്സ്, ഇപ്പം നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലും അങ്ങനെ ഇമിറ്റേറ്റിംഗ് ബിഹേവിയറിലൂടെയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഇപ്പം ഇങ്ങനത്തെ വയലൻസ് സിനിമകൾ പൊതുവേ കുട്ടികളെ കാണിക്കാതിരിക്കുക, മാക്സിമം കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോഴും അതിൻ്റെ ഒരു കുറച്ചും കൂടെ വലിയത് ഇപ്പം മൂവീസ് പറയുന്നുണ്ട് അവർ ഇത്ര ഏജ് ആയിട്ടുള്ള കുട്ടികളെ കാണിക്കാൻ പാടില്ല. അപ്പം അത് ആക്ച്വലി അങ്ങനെയാണ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളിപ്പോൾ ഇനി കണ്ടുപോയി അല്ലെങ്കിൽ അങ്ങനത്തെ ഇപ്പം ഒബ്വിയസ്ലി ഫോണൊക്കെ ഉള്ളതുകൊണ്ട് കണ്ടുപോയി എന്നുണ്ടെങ്കിൽ വി നീഡ് ടു എക്സ്പ്ലെയിൻ. മനസ്സിലാവുന്ന ഏജ് ആണെന്നുണ്ടെങ്കിൽ വി നീഡ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് ഇതിൻ്റെ ഹാംഫുൾ സൈഡ്സ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് പാരൻസിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. ഇപ്പം ഇൻസ്റ്റഗ്രാം ആണ് ഇപ്പം ഈ ജെൻസി കിഡ്സ് ആണെങ്കിലും ആൽഫ ബേബീസ് ഒക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്പുകൾ. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുഞ്ഞ് റീൽ ഉണ്ടാക്കുന്നു, അത് ചിലപ്പോൾ അഗ്രസീവ് ആയിട്ടിരിക്കും, വാ അടിക്ക് ആ ഒരു മൂഡിലുള്ള കുറേ റീൽസാണ് ഈ കുട്ടികൾ ഷെയർ ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിലൊക്കെ എനിക്ക് തോന്നിയൊരു സാധനം എന്ന് വെച്ചാൽ കുട്ടികൾ പെട്ടെന്ന് അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങൾ ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അതിലെന്തെങ്കിലുമൊക്കെ ഒരു യാഥാർത്ഥ്യമാണോ? അതായത് ഇപ്പം മീഡിയാസിൽ തന്നെ നമ്മൾ സൈക്കോളജിസ്റ്റുകൾ നമ്മൾ സംസാരിക്കാറുണ്ടായിരുന്നു. അതായത് റീസെൻ്റ് ആയിട്ട് ഒരുപാട് ന്യൂസസ് ഭയങ്കരമായിട്ട് അതൊരു 1 ഡേ ഡിഫറൻസിലാണ് ഇഷ്യൂസ് വരുന്നത്. അതിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഇതെന്തോ സംഭവമാണ് എന്നുള്ള രീതിയിലാണ്. മേ ബി ഇപ്പം ന്യൂസ് ചാനൽസ് ഒക്കെ ആണെങ്കിലും അത് അവരുടെ ഡ്യൂട്ടിയാണ് ടു ഷോ വാട്ട് ഹാപ്പൻ ഇൻ ഔട്ട്സൈഡ്. പക്ഷേ അത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പെർസീവ് ചെയ്യുന്നത്, ഇപ്പം ഇഫ് ദേ ഹാവ് എനി ടൈപ്പ് ഓഫ് ബിഹേവിയറൽ ഇഷ്യൂസ് ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ആഹാ മൊമെൻ്റ് ആണ്. സോ അവരത് ഇമിറ്റേറ്റ് ചെയ്യാനും ഇതിങ്ങനെ നടന്ന് ഇങ്ങനെയാവും എന്ന് വിചാരിക്കാം. അത് മേ ബി അവരുടെ അൺകോൺഷ്യസ് മൈൻഡിലായിരിക്കും നടക്കുന്നുണ്ടാവുക. അങ്ങനെ ഒരു ഇതിനുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറ്റൻഷൻ സീക്കിങ് ബിഹേവിയർ ഒക്കെ വരാനുള്ള ചാൻസസ്, അത് അങ്ങനെയുള്ള കുട്ടികൾക്ക് അത് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ബലാത്സംഗ കേസുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെയും ഈ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്, പ്രതികളാവുന്ന കുട്ടികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇപ്പം അൺഫോർച്ചുനേറ്റ്ലി സഹോദരിമാരെ വരെ റേപ്പ് ചെയ്ത കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ കുഞ്ഞ് മനസ്സിൽ തന്നെ ഈ ഒരു ലൈംഗികമായിട്ട് അറ്റാക്ക് ചെയ്യാം അല്ലെങ്കിൽ ഉപയോഗിക്കാം എന്ന് തോന്നുന്നതിൻ്റെ ഒരു ഘടകം എന്താണ്?
അതിലൊരു പരിധിവരെ ഇന്നത്തെ സോഷ്യൽ മീഡിയ എക്സ്പോഷർ ഭയങ്കര ഫാക്ടറാണെന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ പണ്ട് ഒരു 18 ആയിട്ടുള്ള ആളുകൾക്ക് വരെ അല്ലെങ്കിൽ കല്യാണം കഴിയുന്ന സമയത്തായിരിക്കും പലരും സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇന്നത്തെ ഒരു ഇതിൽ പ്രോപ്പറായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ കിട്ടുന്നത് ലിമിറ്റഡ് ആണ്. അതായത് അന്നത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് കൊടുത്തിട്ട് കാര്യമില്ല. ഇന്നിപ്പോൾ അന്നത്തിനേക്കാളും കൂടുതലായിട്ട് ഇപ്പോഴല്ലേ സെക്സ് എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു ലെവൽ, അതായത് പണ്ട് നമുക്ക് ചിലപ്പോൾ ബോഡി ഓർഗൻസ് മാത്രം പറഞ്ഞു തന്നെ രീതിയിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് ടെക്നോളജിയിൽ അവർക്ക് അതിൽ കൂടുതൽ കിട്ടും. അപ്പോൾ നമ്മുടെ ഓരോ കുട്ടിയുടെയും ഡിഫറൻസസ് ഉണ്ടാവും. ഇപ്പം നമ്മുടെ കുട്ടി എത്രത്തോളം ഫോണിനോട് എക്സ്പോസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് അവന് ആ ഒരു രീതിയിൽ സെക്സ് എഡ്യൂക്കേഷൻ ചിലപ്പോൾ കൂടുതലായിട്ട് കിട്ടേണ്ടി വരുമായിരിക്കും. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഇപ്പം നമ്മളിപ്പം എല്ലാ പാരൻസും ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കുട്ടികളെ എല്ലാ എന്താ പറയുക, ഇപ്പം സ്പോർട്സിന് അത് ചേർക്കുക, അല്ലെങ്കിൽ സ്വിമ്മിങ്ങിന് ചേർക്കുക, അങ്ങനെ പല തരത്തിൽ നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിൽ ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ബേസിക് ആയിട്ടുള്ളതാണ് ഈ ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നതായാലും അതുപോലെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതായാലും. അപ്പോൾ അതിലും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ള ഒരു ഫാക്ടർ ഉണ്ട് പാരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളത് തന്നെയാണ്, അതായത് ഇത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വാട്ട് ഈസ് യുവർ കിഡ് എന്നുള്ളത് നിങ്ങളുടെ എൻവയോൺമെൻറ്റും നിങ്ങളുടെ പാരൻറ്റിങ്ങിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾക്കാണ് അവരെ കൂടുതൽ അറിയുക. ഇഫ് യു നോ ഒബ്സർവ് ദം, അതായത് എല്ലാം പ്രൊഹിബിറ്റഡ് ആക്കിയിട്ട് അവരെ ജീവിപ്പിക്കാൻ പറ്റില്ല. അവർ റിയൽ വേൾഡിലേക്കാണ് വരുന്നത്. അപ്പം നിങ്ങളുടെ കുട്ടിയുടെ ഒരു ബിഹേവിയറൽ ഇഷ്യൂ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു ഇമോഷണൽ ഇഷ്യൂ ആയിട്ട് അവർ ഭയങ്കരമായിട്ട് വിത്ഡ്രോൺ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. അത് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ അവരോട് സംസാരിക്കുക. ചിലപ്പോൾ കുട്ടികൾ അതിനോട് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് വാങ്ങിക്കുന്നതിലൂടെ അവരുടെ ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റും. ചിലപ്പം ഇപ്പം നമ്മൾ കാണുന്ന പോലെ വലിയൊരു കൊലപാതകമൊന്നും ആവണമെന്നില്ല, പക്ഷെ അവരുടെ ഉള്ളിൽ അബൺമെന്റ് ഇഷ്യൂസ് ആയിട്ടായിരിക്കാം, റിജക്ഷൻ ഇഷ്യൂസ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എമ്പതി ഇല്ലാതെ ആയിട്ടായിരിക്കാം, പല രീതിയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുമല്ലോ. അപ്പം അത് ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങളുടെ കുട്ടികളെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു സൈക്കോളജിക്കൽ ഫാക്ടറൊന്നും ഇതിൽ ഇല്ലേ? ഈ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുന്ന കേസുകളിൽ അങ്ങനെ വരുന്നുണ്ടോ? അത് കൂടുതലും ഇപ്പം പണ്ടും നമുക്ക് കേസസ് വരുമ്പോൾ പലതരത്തിലുള്ള ഇഷ്യൂസ് വരുന്നുണ്ടായിരുന്നു. അതായത് സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ അതും ഈ ഒബ്സർവേഷണൽ ലേണിംഗ് വഴി വരുന്നതായിരുന്നു. അപ്പം അങ്ങനെ ഒരു രീതിയിൽ വന്നതാണ് ഈ സെക്ഷ്വൽ റിലേറ്റഡ് ഇഷ്യൂസ് വരുന്നത്. ഇന്ന് അതിൻ്റെ ആ ഒരു ഇതെന്താ പറയുക, പ്രസൻസ് കൂടിയതുകൊണ്ട് അവർ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിഹേവിയർ ലേൺ ചെയ്യുക അവർ. അപ്പോൾ പുറത്തു നിന്നത് പഠിക്കുക എന്നുള്ളതാണ്. ചൈൽഡ് ആർ ഗ്രോയിങ്. ആ ലേണിംഗ് പ്രോസസ്സിൽ അവർക്ക് എക്സ്പോസ് ചെയ്യുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും അവർ ലേൺ ചെയ്യും. ഇന്നിപ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ അത്രയൊന്നും മാക്സിമം പോയി 1-2 വേർഡ് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. പക്ഷെ ഇന്നത്തെ കുട്ടികൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ തന്നെ ഞാൻ അങ്ങനെ വിളിച്ചു, ഞാൻ ഇങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അത് പ്രൗഡായിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ സംസാരിക്കുന്നത് എവിടുന്ന ചിലപ്പോൾ പാരൻസിന് അത് പാരൻസിന് അറിയാൻ പാടില്ല. ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ പാരൻസ് ഇവൻ ഇങ്ങനെ പറയേണ്ടത് അത് എന്താണെന്ന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞത്, പക്ഷെ അവർക്ക് പോലും അറിയാത്ത വേർഡ്സ് ഇവർ പറയുന്നുണ്ട്. അപ്പം ഇതിക്ക് ചിലപ്പോൾ അവരുടെ കുട്ടി കാണണമെന്നില്ല, അവർ പോകുന്ന എൻവയോൺമെന്റ് ഉണ്ടല്ലോ, അവിടുത്തെ സ്കൂളിലെ കുട്ടികൾ കണ്ട് അവർ അങ്ങനെ പറഞ്ഞ് വരുന്നതായിരിക്കാം. അപ്പം ഇത് കൂടുതലും ഈ എക്സ്പോസിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് സോഷ്യൽ മീഡിയാസ് ആയിക്കോട്ടെ, മൂവീസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് കിട്ടുന്നത്. നിങ്ങളുടെ ക്ലിനിക്കിലാണെങ്കിലും ഇപ്പം എന്തായാലും കൂടുതലും സൈക്കോളജിസ്റ്റുകളായിട്ട് സംസാരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ എത്ര വയസ്സ് മുതൽ എത്ര വയസ്സുള്ള കുട്ടികളാണ് കൂടുതലായിട്ടും കൺസൾട്ടിങ്ങിന് വരുന്നത്? ഇത്തരം കുട്ടികൾ കോമൺ ആയിട്ട് കാണുന്ന മെയിൻ പ്രശ്നം എന്തായിരിക്കും? എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും നമ്മുടെ ക്ലിനിക്ക് കൂടുതലും പ്രിവെൻറ്റീവായിട്ട്, അതായത് ഒരു പ്രശ്നം വരുന്നതിന് മുന്നേ പ്രിവെൻഷൻ നടത്താം എന്നുള്ള രീതിയിലുള്ളൊരു ക്ലിനിക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ 4 ഫാക്ടേഴ്സ് പറയും നമ്മൾ, അതായത് ഇമോഷണൽ കോഷൻ, സോഷ്യൽ കോഷൻ, അഡ്വേഴ്സിറ്റി കോഷൻസ് ആൻഡ് IQ. ഈ 4 ബേസിസിൽ ഇഷ്യൂസ് ഉള്ളവരാണ് നമുക്ക് കൂടുതൽ വരാറുള്ളത്. ഇമോഷണൽ കോഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് എമ്പതി ഇല്ല, അതായത് ഇമോഷണൽ എക്സ്പ്രഷൻസ് പ്രോപ്പർ അല്ല, ഭയങ്കര അഗ്രസീവ്നെസ്, അങ്ങനെയുള്ള കുട്ടികൾ, അങ്ങനെ ഇഷ്യൂസ് ഉള്ളവർ വരാറുണ്ട്. പിന്നെ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മുടെ പറയുന്ന പോലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, കുട്ടികൾ തമ്മിൽ സംസാരിക്കുക, ഫ്രണ്ട്സ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കാനുള്ള ഭയം, ഇങ്ങനെയുള്ള ഇഷ്യൂസ് അത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ബിക്കോസ് ന്യൂക്ലിയർ
ഫാമിലീസ് ആണ് ഇന്ന് കൂടുതൽ. അപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇഷ്യൂസ് വരുന്നവർ ഉണ്ട്. പിന്നെ അഡ്വേഴ്സിറ്റി ക്വസ്റ്റ്യൻസ്, അതായത് റെസിലിയൻസ് ഇല്ല, ചെറിയൊരു കാര്യം വരുമ്പോഴത്തേക്കും ഭയങ്കര ഡൗൺ ആയിട്ട് പോകുന്നു, അല്ലെങ്കിൽ നോ പറയാൻ പറ്റുന്നില്ല, നോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളവരും വരാറുണ്ട്. ഇങ്ങനെ ജനറലായിട്ട് ക്ലാസിഫൈ ചെയ്ത് പറയാനാണെങ്കിൽ പിന്നെ ഒപ്പം IQ റിലേറ്റഡ് ഇഷ്യൂസും. IQ ഒരുപാട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും അവരും വരാറുണ്ട് നമുക്ക്. ഇപ്പോൾ വീട്ടിലെ പാരൻസ് തമ്മിലുള്ള ഇഷ്യൂസ് കണ്ടുവരുന്ന മക്കൾക്ക് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ട്രോമയായിട്ട് അത് മാറുന്നുണ്ട് എന്നുള്ളൊരു സാധനം. അതുപോലെ തന്നെ ഈ സ്കൂൾ ടൈമിൽ ടീച്ചേഴ്സിൻ്റെ അടുത്തു നിന്നുള്ള മോശ അനുഭവങ്ങൾ അത് ട്രോമയായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പല ഘടകങ്ങളാണ് നമ്മുടെ കുട്ടികളെ ഭയങ്കര ഡൗൺ ആക്കുന്നതും ഈ രീതിയിൽ അക്രമത്തിലേക്ക് നയിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അതെങ്ങനെ നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ പറ്റും? അതിൽ ബേസിക് ആയിട്ട് ഇപ്പം കപ്പിൾ റിലേറ്റഡ് ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കുട്ടികളുടെ മുന്നിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് പരസ്പരം വഴക്കുണ്ടാക്കുന്നതും അല്ലെങ്കിൽ അമ്മ അച്ഛൻ്റെ കുറ്റം പറയുന്നു, അച്ഛൻ അമ്മയുടെ കുറ്റം പറയുന്നു ഇൻ ഫ്രണ്ട് ഓഫ് ദ കിഡ്, മേക്ക് ദം ഫീൽ ദാറ്റ് ഓക്കെ ഹോം ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു സ്പേസ് അല്ല എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ പൊതുവെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലുള്ളത് മാത്രമേ പാരൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഔട്ട്സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ അതായത് ഇങ്ങനെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് വഴക്ക് കിട്ടിയതും ടീച്ചേഴ്സ് കാരണം ഇഷ്യൂസ് ഉണ്ടായ എല്ലാ കുട്ടികളും അതിനെ ട്രോമ എന്ന് പറയുന്നില്ല. അത് ഓരോ കുട്ടിയുടെയും എബിലിറ്റി ടു ഡീൽ ദാറ്റ് സ്ട്രെസ്, അത് അവിടെയാണ് അഡ്വേഴ്സിറ്റി ക്വസ്റ്റ്യൻ വരുന്നത്. അതിനെ ഡിഫറെൻ്റ് ചെയ്ത് ഇരിക്കും. ഇപ്പോൾ ഒരു സിംഗിൾ ഇവൻ്റ് തന്നെ ചിലവർക്കത് ഭയങ്കര ട്രോമയായിരിക്കും, ചിലവരത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യും, ചിലർക്ക് വിഷമം ഉണ്ടാവും, അത് മാനേജ് ചെയ്യുന്നവരുണ്ട്. അപ്പം ആ കുട്ടിയുടെ ആ റെസിലിയൻസ് സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് പാരൻസിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ കുട്ടികളായിട്ടുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക. അതായത് അവർ അൺകംഫർട്ടബിൾ ആവുക എവിടേക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എപ്പോഴും നമുക്ക് അവരുടെ പുറകെ പോകാൻ പറ്റില്ല. അപ്പോൾ എവിടെ വെച്ച് അവർക്ക് അൺകംഫർട്ടബിൾ ആയാലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായാലും ദേ ക്യാൻ കണക്ട് അസ് എന്നുള്ളൊരു സ്ട്രോങ് ബോണ്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് പാരൻസിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്.